ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സർ. ഞാനിത് ഓൾറെഡി ചോദിച്ചതാ തോന്നുന്നു. നമ്മുടെ മനസ്സിന്നാണോ അസുഖങ്ങളുടെ തുടക്കം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. മനസ്സാണോ അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് കാരണം? നമ്മള് നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. മനസ്സ്, ആത്മം അല്ലെങ്കിൽ ജീവൻ, ശരീരം, ഇത് മൂന്നും വെവ്വേറെ വസ്തുക്കളല്ല, ഒന്നാണ്. ഒന്നിന്റെ 3 ഡയമെൻഷൻസ് ആണ്. വേറെ 2 ഡയമെൻഷനും കൂടി ഉണ്ട്, അതോടെ ഇരിക്കട്ടെ. തൽക്കാലത്തേക്ക് ശരീരം എന്ന് പറയുന്നത് അതിന്റെ ഫിസിക്കൽ ഡയമെൻഷനാണ്. അതായത് സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഘടനാ സമഗ്രതയുള്ള ഒരു സംവിധാനത്തെയാണ് നമ്മൾ ശരീരം എന്ന് പറയുന്നത്. ആ ശരീരത്തെ ആ സ്ട്രക്ചറലി ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ആ ഓർഗനൈസേഷൻ അതിനെ ആ രൂപത്തിൽ സംഘടിപ്പിച്ചു വെച്ചിട്ടുള്ള ആ ചേർത്ത് നിർത്തുന്നതിന്റെ ആ ഒരു ഫോർമുല, അതിന്റെ ഒരു വ്യാകരണം, ആ വ്യാകരണത്തെയാണ് ജീവൻ എന്ന് പറയുക. ഇത് എന്ത് പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, ഇപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അതിന്റെ ആസൂത്രണ സംവിധാനത്തെയാണ് മനസ്സെന്ന് പറയുക. ഈ മനസ്സെന്ന് പറയുന്നത് ശരീരമാണ്, ശരീരത്തിന്റെ ആസൂത്രണത്തെയാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പോ ഈ അസുഖം എന്ന് പറയുന്നത്, സുഖം എന്നുള്ളൊരവസ്ഥ നഷ്ടപ്പെടുന്നു എന്ന് തിരിച്ചറിയുന്നിടത്ത് അസുഖം തുടങ്ങുന്നു. എവിടെയാണ് സുഖം നഷ്ടപ്പെടുന്നത്? ശരീരം സ്വാഭാവികമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ശരീരം സ്വാഭാവികമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്നും മാറി പ്രവർത്തിക്കുമ്പോൾ അവിടെ അതിന്റെ ആ നൈസർഗികമായ പ്രവർത്തനം നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിന് മനസ്സിലാവും. അപ്പോ അത് ശരിയാക്കാനുള്ള ശ്രമം ശരീരം നടത്തി തുടങ്ങും. അവിടെ അസുഖം ജനിക്കും. അപ്പോ ശരീരമാണോ മനസ്സാണോ അവിടെ പ്രവർത്തിക്കുന്നത്? ഒറ്റ സാധനമാണ് പ്രവർത്തിക്കുന്നത്. അത് മനസ്സിന്റെ രൂപത്തിലും ശരീരത്തിന്റെ രൂപത്തിലും ജീവന്റെ രൂപത്തിലും പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. അപ്പോ പ്രത്യേകിച്ചും ആരോഗ്യം എന്നുള്ള നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് ഉണ്ടല്ലോ, എന്താണ് ആരോഗ്യം, അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുക എന്നുള്ളത്, അതിന് നമ്മൾ ഈ പുസ്തകങ്ങളിൽ നിന്നും എടുക്കുന്ന കാര്യങ്ങളെ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന പുലിവാലുകളാണ്. ഇതിനെ സമഗ്രമായി കാണാനുള്ള ഒരു സംവിധാനം നമ്മുടെ പഠന സംവിധാനത്തിലില്ല. ഇപ്പൊ ശരീരം, ഞാനിപ്പോ പറഞ്ഞു, ശരീരം, ജീവൻ, മനസ്സ്. ഇനി മനസ്സ് എവിടെ വർക്ക് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തെയാണ് നമ്മൾ ഈ മറ്റേ കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ, അനുരൂപണം എന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെയാണ് ജ്ഞാനം എന്ന് പറയുക. ഈ അവയർനെസ് ഇല്ലാത്ത ഒരാൾക്ക് ഈ സാധനം വർക്കാവൂല. അത് അവയർ ആയിട്ടുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിന്റെ ഈ ശരീരം ഏത് ഡിറക്ഷനിൽ പ്രവർത്തിക്കണമോ ആ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള പ്രേരണ, അതിനു വേണ്ടിയുള്ള ചൈതന്യം അവിടെ പ്രവർത്തിക്കും. ആ ചൈതന്യം എന്ന് പറയുന്നത് ഇതിന്റെ 5ാമത്തെ ഡയമെൻഷൻ. അപ്പോ ഫിസിക്കാലിറ്റി, ഫങ്ഷണാലിറ്റി, മെന്റാലിറ്റി, കോഗ്നിറ്റിവിറ്റി ആൻഡ് വൈറ്റാലിറ്റി, ഇങ്ങനെ 5 അവസ്ഥകളുണ്ട്. ഈ 5 അവസ്ഥയും ഒറ്റ ഒരു കാര്യമാണ്, ഒരേ കാര്യം തന്നെയാണ്, 5 രൂപത്തിൽ പ്രവർത്തിക്കുന്നു. ഇത് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ബോധ്യപ്പെടാതെ നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ല, ഉണ്ട്. പക്ഷെ ബോധ്യപ്പെട്ടാൽ സമഗ്രമായി കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ഒളിമ്പസിൽ അതാണ് പഠിക്കുന്നത്. ഇതിപ്പോ നമ്മളിപ്പോ അനുകൂലിക്കുന്ന പല വ്യവസ്ഥകളിലും ഇതിനോട് അടുത്തുകൂടെ പോകാറുണ്ട്. ഇപ്പൊ പ്രകൃതി ചികിത്സ നമ്മൾ അനുകൂലിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ അവിടെയും സമഗ്രതയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം പ്രകൃതി ചികിത്സ അതിന്റെ സമ്പൂർണ്ണാവസ്ഥയിലെത്തണമെങ്കിൽ സമഗ്രമായ വ്യവസ്ഥകളുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെയല്ല പ്രകൃതി ചികിത്സക്കാര് അത് കൊണ്ടു നടക്കുന്നത്. സർ, അതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഇഷ്യൂ വരുമ്പോ പ്രകൃതി ചികിത്സയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ഒരു ഇമ്മീഡിയറ്റ് ഇപ്പോ സിവിയർ ആയിട്ടുള്ള പെയിൻ, അതിലെങ്ങനെയാ അത് മാനേജ് ചെയ്യാന്നുള്ളത്? അതിന് പ്രകൃതി ചികിത്സയിലൊന്നും ചെയ്യാനില്ല. അതിനാണ് ട്രോമ കെയർ ആണ് അലോപ്പതി ചെയ്യുന്നത്. അവിടേക്ക് കൊണ്ടുപോകണം. അവിടെ നമ്മൾ കണ്ണടച്ചിരിക്കരുത്, ഇരിക്കാൻ പാടില്ല. അതെ, പ്രകൃതി ചികിത്സക്ക് അതെ ഇപ്പൊ എന്താണ് വേണ്ടത് അത് ചെയ്യുക. അത് ചിലപ്പോ ആ സംഭവം തന്നെ അലോപ്പതി ഇല്ലാതെ ഹോമിയോയ്ക്ക് ചിലപ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റും, മർമ്മയ്ക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റും. ഒരു മർമ്മ ചികിത്സയുടെ ചിലപ്പോൾ ഒരു സ്പർശം കൊണ്ട് ഈ സാധനത്തെ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് പാങ്ക്രിയാറ്റൈറ്റിസ് കഴിഞ്ഞ ഒരു 5-6 വർഷം മുമ്പ് വന്നു കഴിഞ്ഞപ്പോ അലോപ്പതിക്കാര് തലകുത്തി നിന്നിട്ട് 3 ദിവസത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്റെ വേദന നിർത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. 3 ദിവസം. അത് 2ാം തവണ വന്നപ്പോ ഉണ്ടാവും. സിവിയർ പെയിൻ ആണ്. മർമ്മ ചികിത്സയും അക്യുപങ്ചറും കൊണ്ട് 1/2 മണിക്കൂർ കൊണ്ട് ഈ സംഭവം നിർത്തി തന്നിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാള്. അപ്പോ ഇത്രയും വലിയ സംവിധാനങ്ങളുള്ള അലോപ്പതിക്ക് ചെയ്യാൻ പറ്റാത്തത് അക്യുപങ്ചറും ചെയ്യാൻ പറ്റും.
മനസ്സിലല്ലേ? എന്താണോ നിനക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്താണോ നിനക്ക് അറിയേണ്ടത്, എന്തിൽ കൂടിയാണോ നീ പോണ്ടത്, ആ ചികിത്സ നിനക്ക് ശരിയാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ അതെ. അത് ഇതില് ഈ സമഗ്ര ചികിത്സ എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഏതാണ്ട് ധാരണ ഉണ്ടാവുകയും അതിലെ അതാത് എക്സ്പേർട്സുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. പൊതുവിൽ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ പെട്ടെന്ന് ഒരു അപകടം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ട്രോമ കെയർ തന്നെ വേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് പോകണം. അതിന് ഈ വക സംവിധാനങ്ങളെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന് ഒന്നിനോടും മുഖം തിരിച്ച് നിർത്തേണ്ട കാര്യമില്ല. ഞാൻ തിരിഞ്ഞു നിന്നിട്ടുള്ള ഒരാളാട്ടോ, നേരത്തെ കൃത്യമായിട്ട് മുഖം തിരിഞ്ഞ് നിന്നിട്ടുള്ള ഒരാളാണ്. അതിന്റെ അപകടം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുക, ഒന്നിനോടും നമുക്ക് മുഖം തിരിക്കണ്ട. അതേസമയം നമ്മളിപ്പോ മറ്റേ ഈ ഒരു ചെറിയ മുള്ള് മാറ്റാനേ നമ്മൾ തൂമ്പ എടുത്തിട്ട് വരേണ്ട കാര്യമില്ലല്ലോ. ചെറിയ കാലിലൊരു മുള്ള് കൊണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ പലപ്പോഴും ചെയ്യുക. ചെറിയൊരു കാര്യത്തിന് വലിയൊരു സങ്കേതം ഉപയോഗിച്ച് കൈകാര്യം ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അഴിക്കാൻ സ്പാനർ ഉപയോഗിക്കും. കയറ് കുരുങ്ങി കിടക്കുന്ന സാധനം അഴിക്കണമെങ്കിൽ സ്പാനർ ഉപയോഗിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഇതും തമ്മിൽ ഒരു ബന്ധമില്ല. പക്ഷെ നമ്മൾ അങ്ങനെയാണ് കൈകാര്യം ചെയ്യുക. അപ്പൊ ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്, ഇപ്പൊ ഒരു രോഗം അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് അതിനനുസരിച്ച് കൈകാര്യം ചെയ്യണം. പ്രകൃതി ചികിത്സയിൽ ഇപ്പോ മാൽ ന്യൂട്രീഷൻ കൊണ്ടുണ്ടാവുന്ന ചില ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ പ്രകൃതി ചികിത്സയ്ക്ക് ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. പിന്നെ ഇപ്പൊ കൊളാപ്സ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി പല കാരണങ്ങൾ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഇമോഷണലി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പിരിച്വൽ റീസൺസ് കൊണ്ട് കൊളാപ്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉള്ള ഒരു ബോഡി, ഈ ബോഡിയിൽ പ്രകൃതി ചികിത്സയുടെ സാധാരണ ആൽഗോരിതം ഒന്നും വർക്കാവില്ല. അപ്പൊ എല്ലാം എല്ലായിടത്തും വർക്കാവില്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കണം. പിന്നെ രസകരമായിട്ടുള്ള പല കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ചിന്തിക്കാവുന്നതുണ്ട്. അതായത് ഇപ്പോ ഒരു കാര്യത്തിൽ തന്നെ, ഒരു പനി എന്നുള്ള കാര്യത്തിൽ തന്നെ അലോപ്പതി കാണുന്നത് എങ്ങനെയാണ്, ആയുർവേദം കാണുന്നത് എങ്ങനെയാണ്, ഹോമിയോ കാണുന്നത് എങ്ങനെയാണ്, മർമ്മ ചികിത്സ കാണുന്നത് എങ്ങനെയാണ്, പ്രകൃതി ചികിത്സ കാണുന്നത്, എല്ലാവരും വ്യത്യസ്ത ആംഗിളിലാണ് കാണുക. പക്ഷെ ഏത് ചെയ്താലും ഫലിക്കും, ഏത് ചെയ്താലും ചികിത്സ ഫലിക്കും. അപ്പൊ ഇതിലേതാ ശരി? എല്ലാം ശരിയാണ്. അപ്പോ ഇതെന്താന്ന് വെച്ചാല് ഇപ്പോ ഒരു സിസ്റ്റത്തില് ഒരു ചക്രം ഉണ്ടെന്നിരിക്കട്ടെ. ചക്രത്തിന് 6 കാലുണ്ട് എങ്കിൽ ചക്രത്തിന് ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാല് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചക്രത്തെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ട്യൂൺ ചെയ്യുന്നു, ഇതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. സത്യത്തിൽ സമഗ്രമായ ബോധ്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ വ്യത്യസ്ത രൂപത്തിൽ പോകേണ്ട കാര്യമില്ല. ഒരു മിനിറ്റ്. ഹോളിസ്റ്റിക് ആയിട്ട് ഇന്റഗ്രേറ്റ്. അതെ 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 അതെ.